ഇന്ന് നല്ല ഒന്നാന്തരം ചിക്കൻ നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നൂഡിൽസിന് വേണ്ടിയിട്ട് ഒരു സോസ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഈ നൂഡിൽസിൽ ഉപയോഗിക്കുന്ന ഒരു സോസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നെ ഒരു 200 ഗ്രാമോളം ബോൺലെസ് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനിലോട്ട് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വരെ സിർക്ക അതായത് വിനാഗിരി ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർക്കാം. പിന്നെ ഒരു കുറച്ച് 1/4 ടീസ്പൂണിലും കുറവായിട്ട് കുരുമുളക് പൊടി, ഒരല്പം ഉപ്പ്, അതും വളരെ കുറച്ച് കേട്ടോ. ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ചൂടായ പാനിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ എണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ചിക്കൻ അതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് ഇതേ പാനിലോട്ട് തന്നെ വീണ്ടും കുറച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം കുറച്ച് സവാള, ഒരു സവാളയുടെ ഒരു 1/4 ഭാഗം വരെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു ക്യാരറ്റ് വളരെ നേരിയതായിട്ട് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും ക്യാരറ്റ് നല്ല സോഫ്റ്റായിട്ട് മാറും. ആ സമയത്ത് കുറച്ച് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയോളം നീളത്തിലരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അതും കൂടി ഏകദേശം 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം കൂടി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. നമ്മുടെ നൂഡിൽസ് വേവിക്കാനുള്ള വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിലും നൂഡിൽസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഞാൻ ചേർക്കുകയാണ്. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നൂഡിൽസ് ഇതിലേക്ക് ഇടുകയാണ്. ഇതിപ്പോൾ എഗ് നൂഡിൽസാണ് കേട്ടോ ഞാൻ ചേർത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് മാഗി അങ്ങനെയുള്ള നൂഡിൽസൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിവിടെ നൂഡിൽസ് വേവിച്ചതിന് ശേഷം വെള്ളം കളയാനായിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വരെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുകയാണ്. സോസ് നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ചേർക്കാം. അതും നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാല മുഴുവനും നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല അടിപൊളി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.